തിരുവനന്തപുരത്തെ SK ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം നടന്ന ദാരുണമായ ഒരു സംഭവം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അതേ ദിവസം തന്നെ അഖിലിൻ്റെ മരണത്തിന് മുൻപേ ആശുപത്രി അധികൃതർ കൺഫേം ചെയ്ത ഒരു മരണമുണ്ട്. ശ്രീ പ്രമോദിൻ്റെ മരണം. അദ്ദേഹം വെറും 53 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും ഇതുപോലെ സിമിലറായിട്ട് അഖിലിൻ്റെ അതേ സ്റ്റേജിലൂടെ അവിടെ ഹോസ്പിറ്റലിലെത്തി ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യപ്പെട്ട് അനാസ്ഥ മൂലം, ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പ്രണവാണ് എന്നോടൊപ്പം ഉള്ളത്. ഇതൊക്കെ കുടുംബാംഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്, അത് സഹോദരൻ്റെ മകനാണ്. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ആശുപത്രിയെക്കുറിച്ചും അവർക്ക് അവിടെ നിന്ന് ലഭിച്ച അന്നത്തെ ആ ഒരു പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ നമ്മളോട് പറയാനുണ്ട്. ഇത് എന്തിനാണ് ഇത് വീണ്ടും ഇതുപോലെയുള്ള വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിൽ, പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അസുഖമെന്ന് പറയുന്നത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ ചുറ്റുമുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് ആശുപത്രികളും ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരുമൊക്കെയാണ്. പക്ഷേ എവിടെയൊക്കെയാണ് ചതിയുള്ളത്, എങ്ങനെയൊക്കെ നമ്മൾ ചതിക്കപ്പെടാമെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ളൊരു മുന്നറിയിപ്പായി ഇതിനെ കാണുക. ഇത് നമ്മൾ രാവിലെ 17th അന്ന് ഉച്ചയ്ക്കാണ് അവിടെ അഡ്മിറ്റ് ആകാൻ പോകുന്നത്. 17th അന്ന് അവിടെ പോയതിനു ശേഷം ഇവർ നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയി. കാഷ്വാലിറ്റിയിൽ നിന്ന് കാർഡിയാക്കിലേക്ക് റെഫർ ചെയ്തു. കാർഡിയാക്കിൽ ചെന്നപ്പോഴത്തേക്കും അത്രയും നേരം ഞാൻ അവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്. അവിടെ അമ്മ ഉണ്ടായിരുന്നു. ഞാനവിടെ ചെന്നതിന് ശേഷം ഡോക്ടറിനെ കാണുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഡോക്ടറിനെ കാണാൻ പോയത്. ഞാനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളവിടെ എല്ലാവരും ഡോക്ടർ പറഞ്ഞത് ഇത് ഒരു മൈനർ അറ്റാക്കാണ്. ഇപ്പോൾ പേഷ്യൻ്റ് ഭയങ്കര സ്റ്റേബിളാണ്, അതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല. അവരുടെ ആൻജിയോപ്ലാസ്റ്റിയുടെ മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ അപ്പോഴും നമ്മൾ പുള്ളിനോട് ചോദിക്കുന്നത് ഇപ്പം പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാണോ, നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണോ, വേറെ എവിടെയെങ്കിലും പോകണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ മൈനർ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ട്രോംബലൈസിങ് എന്തോ ഒരു മരുന്നുണ്ട്, അത് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ ക്ലോട്ട് ഇസ് ഗോണ മെൽറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ സീനൊന്നും ഉണ്ടാകത്തില്ല. 6 മണിക്കൂർ നമുക്ക് ടൈം കൊടുക്കുമ്പോഴത്തേക്കും 6 മണിക്കൂറാണ് നോർമലി ഇതിൻ്റെ ടൈം എടുക്കുന്നത് ഇത് മെൽറ്റ് ആവാനായിട്ട്. 6 മണിക്കൂർ ടൈം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും വിൽ സി. ആ സമയം കൊണ്ട് അവർ കാത്ത് ലാബ് നേരെയാക്കി ആൻജിയോപ്ലാസ്റ്റിക്കുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ കൺസെൻറ്റ് കൊടുത്തു. ഓക്കെ, അവർ നേരെ ICUലേക്ക് മാറ്റി. ICUലേക്ക് പോയി അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മളോട് ഒന്ന് പറഞ്ഞു. അതിൻ്റെ കൺസെൻറ്റ് ഒപ്പിട്ട് മേടിച്ചു. നമ്മൾ ഒപ്പിട്ട് കൊടുത്തു. മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നമുക്ക് അവരുടെ സൈഡിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കകത്ത് കയറി കാണണം എന്ന് പറഞ്ഞു. ഒരു വട്ടം എങ്ങാണ്ട് അവർ കയറി കാണിച്ചു. അപ്പം മരുന്ന് ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഇറക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചധികം വട്ടം അവരോട് ഡിസ്ചാർജിനെ പറ്റി ചോദിക്കാൻ നോക്കി. ഇവിടെ നിന്ന് മാറണോ അതേ ആൻജിയോപ്ലാസ്റ്റി ഇല്ലാത്തതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കാൻ നോക്കി. അപ്പോഴൊക്കെ ഇവർ നമ്മളോട് പറയുന്നത് പേഷ്യൻ്റ് സ്റ്റേബിളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, 6 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം വി ഗേവ് ദം ടൈം. 6 മണിക്കൂർ നമ്മൾ അവർക്ക് സമയം കൊടുത്തു. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ കാര്യം ചോദിക്കാൻ പോകുമ്പോഴത്തേക്കും ആദ്യം അവർ റെസ്പോണ്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഇവർ ICUയുടെ പുറത്തൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ബെല്ലടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മളോട് സെക്യൂരിറ്റി പറയുന്നത് രാത്രിയാണ്, പേഷ്യൻസ് ഉറങ്ങുമായിരിക്കും, ബെല്ലടിക്കരുത്. ഓക്കെ, വെരി റീസണബിൾ കാര്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബെല്ലടിച്ചിട്ടില്ല. ഡോക്ടർ വന്നതിന് ശേഷം ഞാൻ അവരുടെ നിന്ന് ECG റിപ്പോർട്ട്സ് മേടിച്ചു. പിന്നെ എന്തോ ഒരു റിസൾട്ട് കൂടെ മേടിച്ച് ചേച്ചി കഴിച്ചു കൊടുക്കാനായിട്ട്. അത് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള അവിടെ നിന്ന് ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത ഫോട്ടോ മാത്രം, വേറെ ഒന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇത് ഞാൻ ചേച്ചി കഴിച്ചു കൊടുത്തു. ചേച്ചി ഇതിനിടയ്ക്ക് നമ്മളോട് ആദ്യം ഡോക്ടർ അറ്റാക്കാണെന്ന് പറഞ്ഞത് അവിടുത്തെ തന്നെ ഒരു നേഴ്സ് അമ്മേനോട് പറഞ്ഞു അറ്റാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടില്ല, ഈ റിസൾട്ടിനകത്ത് അങ്ങനെ ഒന്നും കാണുന്നില്ല, ഡോക്ടർ പറഞ്ഞതാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, അപ്പോൾ തന്നെ അറ്റാക്ക് വന്നിട്ടില്ല എന്നാണ്. ഇത് ചേച്ചി കണ്ടപ്പോഴത്തേക്കും ചേച്ചി ആദ്യം പറഞ്ഞത് ഓക്കെ അറ്റാക്കാണ്. ബാക്കി ചോദിച്ചിടത്തൊക്കെ ആൾക്കാർ പറയുന്നത് ഇതിനെപ്പറ്റി അറിയുന്നുള്ള ആൾക്കാർ പറയുന്നത് അറ്റാക്കാണ്. ഓക്കെ ശരി, ഡോക്ടർ ആദ്യം അറ്റാക്കാണെന്ന് പറഞ്ഞു. ബട്ട് ദെൻ പുള്ളി സെറ്റ് മൈനർ അറ്റാക്ക്. ഇൻ കോട്ട്സ് ഹീ സെറ്റ് മൈനർ അറ്റാക്ക്. ഐ എം നോട്ട് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. എനിക്കിത് മനസ്സിലാവേണ്ട ആവശ്യമില്ല. എനിക്ക് പുള്ളിക്കാരൻ പറയുന്നതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മൈനർ അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് ഡേ ഇവർ പറഞ്ഞത് ഈ മൈനർ അറ്റാക്ക് ഓർ മേജർ അറ്റാക്ക് എല്ലാ ഹാർട്ട് അറ്റാക്സും സിവിയർ ആണെന്നാണ്. പിന്നെ ദെൻ വൈ ഡിഡ് ദേ മേക്ക് ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആദ്യമേ സ്ട്രൈറ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയാം. ഞാൻ അതാണ് പുള്ളിനോട് ആദ്യമേ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറയണം. ലാസ്റ്റ് ഡേ എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ഡോക്ടർ, രാജേഷ് എന്ന് പറയുന്ന ഡോക്ടറാണ് അവിടെയുള്ള എല്ലാ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ പുള്ളി ആരുടെയും ഫ്രണ്ടിൽ വന്നിട്ടില്ല. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തന്നെ പറയുന്നുണ്ട് ഓരോ 6 അവർ കൂടുമ്പോഴത്തേക്കും പേഷ്യൻസിനെ ഡോക്ടർ അപ്ഡേറ്റ് ചെയ്യണമെന്ന്. ഐ മീൻ പേഷ്യൻസിനല്ല, ബൈസ്റ്റാൻഡേഴ്സിന് ഡോക്ടർ വന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. ഇത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നോട് പറഞ്ഞത്. ബട്ട് ദെൻ ഇതവിടെ നടന്നിട്ടില്ല.
അത് അവരും സമ്മതിക്കുന്നുണ്ട്, അത് അവരുടെ സൈഡിൽ നിന്നുള്ള ഫോൾട്ടാണെന്ന്. നിങ്ങൾ ഇടയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ശ്രീ ചിത്രയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആരെയും അവർ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നവർ ആരെയും ഈ ഹോസ്പിറ്റൽ അധികൃതർ സമ്മതിക്കുന്നില്ല എന്നൊരു ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തോന്ന് വെച്ചാൽ ആക്ച്വലി ഫീൽ ചെയ്തു. ബട്ട് ദെൻ അവർ സ്ട്രെയിറ്റ് അപ്പ് മുഖത്ത് നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ നമ്മളെ ബേസിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് ദേ വിൽ മേക്ക് us ബിലീവ് പേഷ്യൻ്റ് സ്റ്റേബിളാണ്. ദേ ഈവൻ മെയ്ഡ് ദ ശ്രീത്രയിലെ ഡോക്ടർ ബിലീവ് പേഷ്യൻ്റ് സ്റ്റേബിളാണ്. ആക്ച്വലി അപ്പോൾ സ്റ്റേബിൾ ആയിരുന്നു കാണാം. പക്ഷേ നമ്മൾ ആ റെക്കോർഡിങ് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഹീമോഡൈനാമിക്കലി സ്റ്റേബിളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ നമ്മൾ സാധനം ആൻജിയോപ്ലാസ്റ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബട്ട് ദെൻ ഇവർ ആൻജിയോഗ്രാമിൻ്റെ കാത്ത് ലാബ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാവിലെ അത് ചെയ്യാണ്ട് പോയത്. ആ കോൾ റെക്കോർഡിങ്ങിൽ അവസാനം പുള്ളിക്കാരെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈവനിങ്ങിൽ സാധനം റെഡിയായിരുന്നു. ഈവനിങ് റെഡിയായെങ്കിൽ രാവിലെ 10 മണി വരെ എന്തിനത് മാറ്റി വെച്ചു. അതിന് മുന്നേ അവർക്ക് ചെയ്യായിരുന്നു. അതിന് മുമ്പ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പ്രണവ് വിശ്വസിക്കുന്നോ? അതിന് മുന്നേ ഇല്ല. കാരണം ഞാൻ അതിന് ശേഷം അച്ഛനെ കണ്ടതാണ്. അച്ഛനെ കണ്ടപ്പോഴത്തേക്കും അച്ഛൻ്റെ BP ഭയങ്കര ലോ ആയതുകൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞത് നല്ല ക്ഷീണമുണ്ട് എനിക്കിപ്പോൾ. അതിന് മുന്നത്തെ ദിവസം ഞാൻ കണ്ടപ്പോഴത്തേക്കും അച്ഛൻ ഓക്കെയാണ്, കിടക്കുമായിരുന്നു. തണുപ്പ് മാത്രമായിരുന്നു അച്ഛനാകെ പ്രശ്നം. AC-യിലൊന്നും കിടക്കാത്ത ഒരാൾ. അപ്പം അങ്ങനെ AC ഉള്ളതുകൊണ്ട് തണുപ്പായിരുന്നു, മൂടി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും പുള്ളി എണീപ്പിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പം then BP ഭയങ്കര ലോ ആയതുകൊണ്ട് ഇറ്റ്സ് ഭയങ്കര വിസിബിൾ, സ്വെറ്റിങ് വല്ലാണ്ട്. ബട്ട് ദെൻ സൗണ്ടൊന്നും അങ്ങനെ അത്ര വലുതായിട്ട് പുറത്ത് വരുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജിൻ്റെ കാര്യം പിന്നെ അവരോട് പറയുന്നത്. ശ്രീത്രയിലെ കാര്യം നമുക്കൊരു ഡൗട്ട് വന്നുകൊണ്ട് അവിടെ വന്നിട്ട് ഇനി എങ്ങനെ ബെഡ് കിട്ടിയില്ലെങ്കിലും എന്നൊരു ഡൗട്ട് വന്നുകൊണ്ട് നമ്മൾ കോസ്മോയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. കോസ്മോയിലോട്ട് ഡിസ്ചാർജ് ഇപ്പോൾ എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് മിനിറ്റുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് താഴെ പോകും, ബില്ല് ചോദിക്കും. അപ്പോൾ ഒരു ഫയൽ വന്നിട്ടില്ല എന്ന് പറയും. ഞാൻ മോളി വരും, ICU-നകത്ത് കയറ്റില്ല. പിന്നെയും താഴെ പോവും, മോളി വരും. അരമണിക്കൂർ 3/4 മണിക്കൂർ ഏതാണ്ട് 1 മണിക്കൂറായി. 1 മണിക്കൂറായിട്ട് ഞാൻ അവസാനമായപ്പോൾ എനിക്ക് പറ്റണ്ടേ, ഞാൻ സെക്യൂരിറ്റിനോട് അടി ഉണ്ടാക്കിയിട്ട് ഞാൻ ICU-നകത്ത് കയറി. ICU-നകത്ത് കയറിയപ്പോഴത്തേക്കും അവിടെ ഒരു ഡോക്ടർ മറ്റേ ഫയലൊക്കെ തുറന്ന് വെച്ച് ഇങ്ങനെ പയ്യെ ഇരുന്ന് എഴുതുക ഡിസ്ചാർജ് സമ്മറി. പുള്ളിക്കാരനെ എഴുതി തീർന്നിട്ടില്ല അപ്പോഴൊന്നും. എന്നിട്ട് അതൊക്കെ തീർന്നു. ബില്ല് അവർ 5 മിനിറ്റിലെല്ലാം അടിച്ച് നല്ല ഫുൾ മറ്റേ 5-6 പേജൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ബില്ലൊക്കെ അടിച്ച് അവർ അപ്പം തന്നെ കയറ്റി തന്നു. അതെ, നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ്. സാറ് പറഞ്ഞു ഈ കാത്ത് ലാബ് ശരിക്കും ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് കാത്ത് ലാബ്, അതുപോലെ തന്നെ കാർഡിയാക് പറയുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനൊരു മെഷീൻ കംപ്ലൈൻ്റ് ആകുമ്പോൾ അവരെന്തുകൊണ്ട് ഒരു വേറൊരു സിസ്റ്റം കാണുന്നില്ല? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ അവരവിടെ നിന്ന് നമുക്ക് ഡിസ്ചാർജ് തന്ന് വിടേണ്ടതാണ്. രാത്രി മുതൽ നമ്മൾ അതിന് ശ്രമം നടത്തുകയാണ്. എന്നിട്ട് ഈ രാവിലെ ചെന്ന് മോൻ കയറുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ കയറി അതിനകത്ത് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ബില്ല് തരാനുള്ള തന്നെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്നിട്ട് ഒരു 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ട് എൻ്റെ തരുന്നത് ഇൻഷുറൻസിൻ്റെ പേപ്പറാണ്. ക്ലെയിംസിൽ കൊടുത്താൽ മതി. അമ്മേനോട് അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മേനോട് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഒരു ട്രീറ്റ്മെൻറ്റും ആയിട്ടില്ല. ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം അമ്മയും അപ്പോൾ അതിനുള്ളൊരു മൈൻഡിലല്ലായിരുന്നു. ബട്ട് ദെൻ ദേ കേം ആൻഡ് ആസ്ക്ഡ് ഇൻഷുറൻസ് ഉണ്ടോ? 2 ലക്ഷം രൂപയാവും ബില്ല്. ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും ആദ്യമേ അവർ വന്നിട്ട് അപ്പോഴാണ് അവർ ഇൻഷുറൻസിൽ ഇതിൻ്റെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നില്ല, ക്യാഷ് അടച്ചിട്ട് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞ് ബില്ല് തന്നു. ബില്ലുമായിട്ട് ക്യാഷ് കൗണ്ടറിൽ നമ്മൾ ചെന്ന് ഡീറ്റെയിൽ ബില്ല് വാങ്ങിച്ചിട്ട് മോനിങ്ങനെ കാർഡ് എടുത്ത് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് അടയ്ക്കാൻ വരട്ടെ, നമുക്ക് ഒന്നുകൂടെ മുകളിൽ പോയിട്ട് വരാം. അവിടെ ചെല്ലുമ്പോൾ എല്ലാ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞു. ഞാൻ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരോ വന്നിട്ട് പ്രമോദിൻ്റെ ബൈസൻ്റെ സ്ഥലം ഉണ്ടോ വേഗം ബാക്കിലേക്ക് വന്നിട്ട് നമ്മൾ വിളിച്ചോണ്ട് അന്നേരം അവരും പാനിക്കാവുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് പോയി അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവർ പാനിക്കായി നമ്മളെ വിളിച്ച് നേരെ ബാക്കിൽ കൊണ്ടുപോയി. അപ്പം രാജേഷ് ഡോക്ടർ ഉണ്ട് അവിടെ. അത്രയും നേരം ഒരാൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു സെക്യൂരിറ്റിക്കാരൻ. ഞാൻ സെക്യൂരിറ്റിക്കാരന് തെറിയും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അകത്ത് പോകുന്നത്. അകത്ത് പോയപ്പോൾ രാജേഷ് ഡോക്ടർ ഉണ്ട്. ബാക്കി ഈ എക്സ്ട്രാ സെക്യൂരിറ്റീസ് ഒന്നും അവിടെ ഇല്ലാത്തതാണ്. ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് കൊണ്ട് മാത്രം അവരവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി കൊണ്ട് നിർത്തുന്നതാണ്. അതിൻ്റെ ആവശ്യം. സോനു പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഒരു മനുഷ്യനെങ്കിലും ഉണ്ടോ ഈ ഹോസ്പിറ്റലിൽ നിങ്ങളോട് ഇത്തിരി ആത്മാർത്ഥത കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ സോനു പറഞ്ഞ മറുപടി ശരിക്കും അത് നമ്മളെല്ലാവരും കേൾക്കേണ്ടതാണ്. SK സംബന്ധിച്ചിടത്തോളം എന്താണ് സോനു പറയുന്നത്? മാം, ഞാൻ അനുഭവിച്ചത്, ഞാൻ കണ്ടതെന്ന് പറഞ്ഞത് കൊച്ചിച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് 5 സ്റ്റാർ സർവീസാണ് നമുക്ക് കിട്ടിയത്. എൻ്റെ അച്ചാച്ചനും അതേ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത്. അച്ചാച്ചന് പ്രായമുണ്ട്, ഏജിനുണ്ട്, അത് നമുക്ക് കുഴപ്പമില്ല. ന്യൂറോ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ കൊച്ചിച്ചൻ അപ്പോഴത്തേനും ബോഡി വിട്ടു തരാൻ നമുക്കൊരു 3 hours 4 hours എടുക്കും. ഇവിടെ കൊച്ചിച്ചൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് കൊടുക്കേണ്ട ഒരു താമസം മാത്രം. അതിനിടയ്ക്ക് ആംബുലൻസ് റെഡി, അവർ വയർലെസ് സെറ്റിൽ വെച്ച് ആംബുലൻസ് പറയുന്നു. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ നിന്ന് ആ സമയത്ത് മാറ്റണം. കാരണം സൈമൾട്ടേനിയസ് ആയിട്ട് ഇവിടെ ഈ
ആദ്യത്തെ അഖിലിൻ്റെ പ്രോബ്ലം അവിടെ നടക്കുവാണ്. അപ്പോൾ നടന്നായിരുന്നു. കാരണം ഇപ്പോൾ ഇവനിത് പറഞ്ഞപ്പോഴേ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, ഞാൻ ബില്ലടയ്ക്കാൻ രണ്ടാമത് ഈ വെന്റിലേഷൻ ചെയ്ത് ഡെത്ത് കൺഫേം ചെയ്തതിന് ശേഷം റിവൈസ്ഡ് ബില്ല് മേടിക്കാൻ ഞാൻ താഴെ കൗണ്ടറിൽ പോയി. അവരപ്പം തന്നെ ബില്ലടിച്ച് കൈ തന്നു. ഞാൻ ഇതേപോലെ രണ്ടാമത് പിന്നെയും കാർഡ് കൊടുത്തപ്പോഴത്തേക്കും ഇത്രയും നിറയില്ലാത്തൊരു ഫൈനാൻസ് മാനേജർ ശിവകുമാറോ അങ്ങനെ കണ്ടുകൊണ്ട് പുള്ളിയുടെ പേരും പുള്ളി ഇറങ്ങി വന്നു അവരുടെ നിന്ന് ബില്ലും എൻ്റെ കാർഡ് മേടിച്ചിട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടും ഇവർ തരുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അച്ചറ്റേറ്റഡ് ആയിട്ട് നിൽക്കുക. ഞാൻ അവിടെ ഒന്ന് പെട്ടെന്നാക്കണം, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, നിങ്ങൾക്ക് പൈസ എല്ലാം വേണ്ടി നിങ്ങൾ എടുത്തു എന്നുകൊണ്ട് ഞാനവിടെ നിൽക്കുക. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നിട്ട് എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എടാ നീ ഇപ്പോൾ പൈസ അടയ്ക്കണ്ട, കാര്യങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, പിന്നീട് പൈസ അടച്ചാൽ മതി, ഇപ്പോൾ നിങ്ങൾ പൊക്കോ. അതിന് പുള്ളി മെയിൻ ബില്ല് മാത്രം അവിടെ മേടിച്ചിട്ട് സബ് ബില്ല് ഞാൻ തരൂല എന്ന് പറഞ്ഞാൽ അതെല്ലാം എൻ്റെ കയ്യിൽ പേരുണ്ട്. അത്രയും നേരം അവർക്ക് പൈസ എന്ന് പറഞ്ഞ് നിന്നിട്ട് ഈ സമയത്ത് ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിന്ന് മാറ്റണം അവർക്ക്. ബേസിക്കലി നമ്മൾ ആ ഡ്രസ്സ് കൊണ്ടുവരുന്ന ഒരു ഡിലേ അല്ലാണ്ട് വേറെ ഒന്നും അവിടെ എടുത്തിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് അവിടെ വരെ ഒന്ന് കൊണ്ടുവന്നു, റെഡിയാക്കി ആംബുലൻസ് വന്നു, അപ്പം തന്നെ അവിടെ നിന്ന് ഇറക്കി. ഞാൻ ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ബോഡി അവിടെ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടി അവരവിടെ കിടന്ന് കാണിച്ച ബുദ്ധിമുട്ട് ഞാൻ അവിടെ കണ്ടതാണ്. ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല, കാരണം നമ്മൾ അവിടെ നിന്ന് അവർക്ക് മാറ്റണം. ഒന്നാമത്തത്, ഈ തലേ ദിവസം അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ രാജേഷ് എന്ന് പറയുന്ന ഡോക്ടർ നമുക്ക് അഷുറൻസ് തന്നിരുന്നു. എന്തെന്ന് വെച്ചാൽ പേഷ്യൻ്റ് സ്റ്റേബിളാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ബിഹേവിയർ വെച്ച്, കാരണം ഞാൻ അവിടെ 2-3 വട്ടം പോയിട്ടുണ്ട്. അർഷാദ് സാറ് നല്ല ഡോക്ടറാണ്, ഞാൻ പറയാൻ മടിക്കുന്നില്ല. ഈ രാജേഷ് സാറിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല രാജേഷ് സാറിൻ്റെമായിട്ട് ഈ ഒരു എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിച്ചനാണ്, പുള്ളിയാണ് കൂടുതൽ തീരുമാനം എടുക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല സാറുമായിട്ട്, സാറിൻ്റെ ബിഹേവിയർ. സാറ് പറയുന്നു ഷിഫ്റ്റ് ചെയ്യണ്ട, എങ്കിൽ പിന്നെ ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു സ്കിപ്പ് ചെയ്തുള്ള ഒരു രീതിക്കാണ് സംസാരിച്ചത്. എന്നിട്ട് സാറ് പറഞ്ഞു, ഞാൻ എന്നിട്ട് സാറിനെ പേഴ്സണലി കയറി കണ്ടു. അപ്പോൾ ഒരു കാത്തലാബിൽ നിന്ന് ഒരു അറ്റൻഡർ വെളിയിൽ വന്നിട്ട് പറഞ്ഞു, സാർ മെഷീൻ്റെ ടെമ്പറേച്ചർ കൺട്രോളായി കൂളായി വരുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ ചെയ്യാം. അപ്പോൾ സാറ് പറഞ്ഞു, എങ്കിൽ ആൻജിയോഗ്രാം നമുക്ക് നാളെ തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ പ്രശ്നമുള്ളത്, എനിക്ക് യോജിപ്പില്ലാത്തത്, ഈ മെഷീൻ കംപ്ലയിൻ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇവർ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു? നമ്മളടുത്ത് ഇവർ പറയാത്തത് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തുകൂടെ എന്നുള്ള ഒരു സജഷൻ ഇവർക്ക് വെക്കാമായിരുന്നു. അന്ന് ഞാൻ രാജേഷ് സാറിനെ കണ്ടതാണ്. പിറ്റേ ദിവസം ഞാൻ രാജേഷ് സാറിനെ കണ്ടിട്ടില്ല. പിറ്റേ ദിവസം രാജേഷ് സാറിനെ കാണണമെന്ന ഒരു സിറ്റുവേഷൻ വന്നതെന്ന് പറയുന്നത് ലാസ്റ്റ് സമയത്ത് കാർഡിയാക് അറസ്റ്റ് എന്ന് ഇൻഫോം ചെയ്യാൻ മാത്രമേ രാജേഷ് സാർ വന്നതുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഓൾമോസ്റ്റ് അവിടുത്തെ പ്രശ്നങ്ങളായി, മറ്റേ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാർഡിയാക് അറസ്റ്റ് എന്ന് പറയാൻ വേണ്ടി മാത്രം രാജേഷ് സാറ്, അതും സാധാരണ വരുന്ന വഴിയിലല്ല, മറ്റൊരു വഴിയിൽ നമ്മൾ അകത്ത് കയറി നമ്മളോട് പറഞ്ഞു. നമുക്കത് അത് നമ്മൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എന്താണ് ഈ പറയുന്നത്, സാർ ഇത്രയും നേരം എവിടെയായിരുന്നു? അപ്പോൾ സാറ് പറഞ്ഞു, കാമായിട്ടിരിക്കും, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഈ ഷിഫ്റ്റിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു കാർഡിയാക് അറസ്റ്റിലോട്ട് പോയി, അത് എന്താണെന്ന് ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സാറ് കയറി. ഞാൻ ഇതിനിടയ്ക്ക് 2 തവണ കാർഡിയോളജി OPയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് സുരേഷ് സാർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് സുരേഷ് സാറിനെ എനിക്ക് കിട്ടണം. കാരണം ഞാൻ ഇപ്പോഴത്തെ ദാറ്റ് മീൻസ് ഞാനിപ്പം സാറ്റിസ്ഫൈഡ് അല്ല രാജീവ് സാറുമായിട്ട്. അപ്പോൾ എനിക്ക് സുരേഷ് സാറിനെ എനിക്ക് അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ ഞാൻ എനിക്ക് നേഴ്സ് വഴിയേ പോകാൻ പറ്റൂ, സാറിൻ്റെ കൺസൾട്ടേഷനാണ്, അപ്പോൾ വേറെ പേഷ്യൻറ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതുകൊണ്ട് ഞാൻ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നേഴ്സ് പറഞ്ഞത്, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ സാറ് കാർഡിയോളജി ICCUലോട്ട് വരും. അപ്പോൾ സാർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ രാജീവ് സാറ് ലാസ്റ്റ് നിമിഷം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാർഡിയാക് അറസ്റ്റാണ്, ഒരു നമുക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കയറി. അപ്പം കൊച്ചിന് CPR കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്കത് കാണാൻ ഉള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. പുള്ളിയാണ് കൂടുതൽ നേരം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇതെല്ലാം പുള്ളി ഡെത്തായെന്ന് പറഞ്ഞ ടൈം എനിക്ക് ഓർമ്മയില്ല. ഡെത്തായെന്ന് പറയുന്ന സമയത്ത് ശേഷം ഇവരൊരു സംസാരം ഉണ്ടായി. ഈ PRO GM എല്ലാ ഡോക്ടേഴ്സും വേറെ സുരേഷ് സാർ അപ്പോൾ വന്ന്, സുരേഷ് സാർ വന്നത് ഡെത്ത് കൺഫേം ചെയ്ത് നമ്മുടെ അടുത്ത് പറയാനാണ്. സാറ് വന്ന് ഇതൊരു സംസാരമായിട്ട് നമ്മൾ ചോദിക്കുന്നു, നമ്മൾ 3 കാര്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ട് ഇന്നലെ മെഷീൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ നമ്മളടുത്ത് അത് ഇൻഫോം ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. രണ്ടാമത്, എന്തുകൊണ്ട് സാറ് നമ്മളെ 6 മണിക്കൂർ വെച്ച് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തില്ല? അപ്പം അവരെല്ലാം പറഞ്ഞിട്ട് പറയുന്നു, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം നമുക്കുണ്ടായിട്ടുണ്ട്. സാധാരണ അത് റെയർ ഓഫ് റെയറസ്റ്റ് ആണ്, അങ്ങനെ വരുന്നതല്ല. പക്ഷേ ഇത്തവണ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം, ബൈസ്റ്റാൻഡറും ഡോക്ടറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളൊരു എൻക്വയറി വെക്കുന്നുണ്ട്, നമ്മളത് അന്വേഷിക്കാം എന്നുള്ള രീതിക്കാണ് അവർ ബിഹേവ് ചെയ്തത്. അതിൻ്റെ വോയിസ് റെക്കോർഡ്, ആ പെർട്ടിക്കുലർ പോർഷൻ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ എന്നെ ഇൻ്റലിജൻസ് SI എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞത്, സാറ് ആ സമയത്ത് അവിടെ ഈ ഒരു സംഘർഷം ഈ മറ്റ് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് സാറ് ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. സാറ് പറഞ്ഞ സാറിന് ഒരുപാട് ക്രമക്കേട് സാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ് നല്ല പൊളൈറ്റായിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. സാറ് പറയുന്നു, CMന് നിങ്ങൾ കൊടുക്കുക, ഡയറക്റ്റായിട്ട് കൊടുക്കുക, ഓപ്പോസിഷൻ ലീഡറിന് കൊടുക്കുക, ഹെൽത്ത് മിനിസ്റ്ററിന് കൊടുക്കുക, ഇങ്ങനെ 3 ഇതിനും അവരോട് ചേർന്ന് തന്നെ നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട്
ഫോർവേഡ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് സാറ് പറഞ്ഞത്. ഈ ഒരു കാര്യം സുരേഷ് സാർ എൻ്റെ അടുത്ത് കൈകൂപ്പിക്കൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യമാണ്, മോനെ ഞാൻ ഈ കമ്മ്യൂണിക്കേഷന് പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല, കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ബൈസ്റ്റാൻഡറും. അപ്പം അവർ എന്നിട്ടും കൺവിൻസ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മളുമായിട്ട് നടന്നിരുന്നെങ്കിൽ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രൊസീജിയറുമായിട്ട് പ്രൊസീഡ് ചെയ്തേനെ, നേരത്തെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്തേനെ. എന്തിനാണ് ഇത്രയും ഡിലേ ആക്കിയത്? ഒന്ന് മിഷീൻ കേടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തേനെ. രാവിലെ തന്നെ ഈ വലിച്ചം കയറി നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ നേഴ്സ് ഹെൽപ്ലെസ് ആണ്. കാരണം നേഴ്സിന് ഡിസ്ചാർജ് സമ്മറി എഴുതാനുള്ള റൈറ്റ് ഇല്ല. മെയിൻ ഡോക്ടർ വേണം തീരുമാനിക്കാൻ ഡിസ്ചാർജ് സമ്മറി. നമ്മൾ ചോദിക്കുന്ന ഡോക്ടർ എവിടെയാണ്? ഡോക്ടർ വന്നിട്ട് ഡെത്ത് കൺഫേം ചെയ്യാനാണോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റിലോട്ട് പോകുന്ന ഒരു കാര്യം ഇൻഫോം ചെയ്യാനാണോ ഡോക്ടർ വരേണ്ടതെന്നാണ് നമ്മൾ ചോദിച്ചത്. അഖിലുണ്ട്, അച്ഛനുണ്ട്, ബാക്കി ആരെങ്കിലും ഈ ഹാർട്ട് ഇഷ്യൂ ആയിട്ട് അത്ര സിവിയർ ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തന്നെ ഇവർ രണ്ടുപേരെ തന്നെ എടുത്തു. രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് അവിടെ കിടക്കുവാണ്. രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഒരു മെഷീൻ ഓക്കെ കംപ്ലയിൻ്റ് ആണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. മെഷീൻസാണ് കംപ്ലയിൻറ്റ് വരും, എല്ലാത്തിനും കംപ്ലയിൻറ്റ് വരും. ബട്ട് ദെൻ ഒരു ബാക്കപ്പ് പോലും ഇല്ലാണ്ട് ഇത്ര വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഇറ്റ്സ് കൺസിഡേർഡ് ആ ഒരു ഏരിയയിൽ ആരുണ്ടെങ്കിലും അങ്ങോട്ടാണ് അവർ ആദ്യം ഓടിപ്പോകുന്നത്. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഇപ്പോൾ ലെറ്റ്സ് ഒരു 3 പേരോടെ ഉണ്ടായിരുന്നു ഇതേപോലെ സീരിയസ് ആയിട്ട്. 3 പേര് ഒരു കൊല്ലോ. എന്നിട്ട് എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഫാമിലിനോട് ഇവർ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ, നമുക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡ് അവർ പറഞ്ഞു. അവർ ആക്ച്വലി ആ വേർഡ്സ് അങ്ങനെ പറഞ്ഞു. അത് ഞാൻ ഏതൊരു ന്യൂസിൽ കണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദെൻ ഞാൻ ഇന്നലെ 2-3 പേരോട് റെഫർ ചെയ്തെന്ന് അവരെന്നോട് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ അവർക്കെതിരെ അലിഗേഷൻസ് പറയുകയാണ്. എന്താ പറയുക, ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എങ്ങാണ്ട് 2021 അതിന് അഗൻസ്റ്റായിട്ട് ദേ കുഡ് ഫയൽ എ കംപ്ലയിൻറ്റ് അഗൻസ്റ്റ് അസ്. നമ്മളവിടെ കിടന്ന് വാൻഡലിസം കാണിച്ചു, നമ്മൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ദേ കൻ ഈസിലി ഫയൽ എ കേസ് അഗൻസ്റ്റ് അസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദേ ആർ എ ബിഗ് കോർപ്പറേറ്റ്. നമുക്ക് ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിനൊന്നും ഐ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട് ടു ദാറ്റ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ അറിയുന്നൊരു സാധനമാണ്. അപ്പം ഹോസ്പിറ്റലുകാരുടെ അവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ സാധാരണ ഒരു ബോഡി വിട്ടു തരുന്ന മുമ്പ് ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ടല്ലേ ഇത് സെക്കൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം സ്ഥിരീകരിച്ചതിന് ശേഷം പുതിയ ബില്ല് വരുന്നത് 38,000 ഉടനെ 10,000 അതിൽ കൂടി വന്നു. ഇത് നമ്മൾ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് പൈസയുടെ ഇഷ്യൂ അല്ലല്ലോ. ബോഡി വിട്ട് തന്നപ്പോഴത്തേക്ക് അവർ ബില്ലിൻ്റെ ഒരു ഒറ്റ കാര്യം അത് പേ ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അച്ചാച്ചൻ്റെ മരണ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ്റെ ഇൻഷുറൻസ് അവിടെ നിന്ന് വാങ്ങിച്ച് പേപ്പർ മുകളിൽ കൊണ്ടുകൊടുത്ത് ഡോക്ടറിൻ്റെ അവിടെ നിന്ന് മേളിൽ താഴെ ECHSൻ്റെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അഖിലിൻ്റെ കേസ് തന്നെ എടുക്കുമല്ലോ ഇന്നലെ നടന്നത്. അവരവിടെ കിടന്ന് കാണിച്ച ഫുൾ സാധനം ന്യൂസിൽ ഡോക്യുമെൻ്റഡ് ആണ്. അവരവിടെ പുറത്ത് കിടന്ന് അത്ര അടി ഉണ്ടാക്കിയിട്ടാണ് അവരവിടെ നിന്ന് പുറത്തിറക്കി വിട്ടത്. ആ ബോഡി അവർ പുറത്തിറക്കാൻ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല. ഞാനതൊരു പ്രിവിലേജ് ആയിട്ട് പറയുമല്ല. ഇഫ് യു നോ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് അവർക്ക് ഇറക്കി വിടണം. ദേ കാൻ ടെൽ us ഇറങ്ങിപ്പോ അവർ ബില്ല് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതിനോട് യൂഷ്വലി ഡൂ ദാറ്റ്. ഇപ്പോൾ അവൻ പറഞ്ഞു അച്ചാച്ചൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു എന്ന്. നമ്മളെ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടല്ല പോകുന്നത്. എൻ്റെ അമ്മയുടെ സർജറി അവിടെ ആയിരുന്നു, അമ്മമ്മയുടെ സർജറി അവിടെ ആയിരുന്നു. ഇപ്പോഴൊക്കെ അവിടെ എങ്ങനെയാണ് നടന്നത് നമ്മൾ നേരത്തെ 3-4 വട്ടം കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഭയങ്കര മറ്റേ VIP ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു. അവൻ പറഞ്ഞു അല്ലെ ഡെത്ത് കൺഫേമായി നമ്മളവിടെ മറ്റേ ഗസ്റ്റാണ്, ഒന്നും ചെയ്യണ്ട, അവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഫൈനാൻസ് മാനേജർ ആ സമയത്തുണ്ട്. അത്രയും സമയം ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡിൽ അവർ ആംബുലൻസ് തയ്യാറാക്കുന്നു. അത് ആംബുലൻസിന് പേയ്മെൻറ്റ് അടച്ചിട്ട് വേണം ആംബുലൻസ് എടുക്കാൻ. അച്ചാച്ചൻ അങ്ങനെയായിരുന്നു. ഇവർ അത് അടച്ചിട്ടില്ല. ആംബുലൻസ് താഴെ വന്ന് നിൽക്കുന്നു, ബോഡി ഇറക്കുന്നു. നമ്മളവിടെ കണ്ടിട്ടില്ലാത്ത കുറേ സ്റ്റാഫ് വയർലെസ് സെറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തോ സ്പെഷ്യൽ ഫോഴ്സോ എനിക്കറിയത്തില്ല ഹോസ്പിറ്റലിൽ, എനിക്കറിയത്തില്ല. അവർ വന്നു എല്ലാ ആംബുലൻസിനകത്ത് കയറ്റുന്നു, ബായ് പറഞ്ഞ് നമ്മളെ വിടുന്നു. ഈ ഒരു ഇതല്ലാതെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരു തേർഡ് പാർട്ടി വരുമ്പോൾ ദേ ഷുഡ് റീതിങ്ക്. മനസ്സിലായി? ഈ ഹോസ്പിറ്റൽ ഓപ്റ്റ് ചെയ്യുമ്പം അവരതിന് റീതിങ്ക് ചെയ്യണം. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പോയ ആൾ തിരിച്ചു വരത്തില്ല എന്ന് നമുക്കറിയാം. എല്ലാ മേഖലകളിലും, തൊഴിൽ ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഒരു കൾച്ചറുണ്ട്. നമ്മൾ നിരത്തിലിറങ്ങിയാൽ ഡ്രൈവേഴ്സിൻ്റെ ഇടയിലൊരു സംസ്കാരം, നമ്മൾ അധ്യാപകരുടെ അടുത്ത് പോയാൽ അവർക്കിടയിലൊരു സംസ്കാരം, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അവർക്കൊരു എത്തിക്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറായി ഇവർക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു വാചകമുണ്ട്, വളരെ പ്രതിബദ്ധതയോടുകൂടി മനുഷ്യരോട് പെരുമാറുമെന്നുള്ളത്. പക്ഷേ ഒരുപക്ഷെ ആ ഒരു സംസ്കാരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിരിക്കാം മെഡിക്കൽ മേഖല. പക്ഷേ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയാണെന്ന് പറയുന്നില്ല. നല്ല ഡോക്ടേഴ്സുണ്ട്. കുറച്ച് പേർ, ആ ചുരുങ്ങിയ ആൾക്കാരെങ്കിലും വിചാരിച്ചാൽ ഒരുപക്ഷെ ഈ മേഖലയിലെ നഷ്ടമായ ആ മൂല്യച്യുതി ഇല്ലാതാക്കാൻ സാധിച്ചേക്കും. ബാക്കിയുള്ളവരെങ്കിലും ചിന്തിക്കട്ടെ, ഒരുപാട് ഈ മേഖല തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം നാളെ ഞാനും
നിങ്ങളും എല്ലാവരും ഈ പറയുന്ന വിഭാഗത്തിന് മുന്നിൽ, ഈ മെഡിക്കൽ വിഭാഗത്തിന് മുന്നിൽ ഒരു രോഗം വന്നാൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടവരാണ്. നമുക്ക് നേരെ പക തീർക്കേണ്ടവരല്ല നമുക്ക് ചുറ്റുമുള്ള ഡോക്ടേഴ്സ്. അവർ തന്നെ ചിന്തിക്കട്ടെ.